വാതിലിങ്ങനെ ഇത്ര ടൈറ്റായിട്ട് അടഞ്ഞത്? പുറത്താരെങ്കിലും ഉണ്ടോ? അകത്ത് ഞാനുണ്ട്. അറിയാതെ ലോക്ക് ചെയ്തു പോയോ? അവിടെ ആരെങ്കിലും ഉണ്ടോ? വാതിലൊന്ന് തുറക്കാമോ? ഹലോ, ഒന്ന് വാതിൽ തുറക്കാമോ പ്ലീസ്? ആരെങ്കിലും ഒന്ന് വാതിൽ തുറക്ക് പ്ലീസ്. പ്ലീസ് ആരെങ്കിലും വാതിൽ തുറക്ക്. നില, നീ നന്നായി പാടി മോളെ. താങ്ക്സ് മുത്തശ്ശി. മുരുകൻ എന്റെ ഫേവറേറ്റ് ഗോഡ്. ഒരു ദിവസം പോലും മുരുകനെ കുറിച്ച് പാടാതെയോ പ്രാർത്ഥിക്കാതെയോ എന്നെ കൊണ്ട് ഇരിക്കാനേ കഴിയില്ല. വലിയ പാട്ടുകാരിയാ. മുരുകന്റെ പാട്ട് പാടാതിരിക്കാൻ പറ്റില്ല പോലും. അച്ചമ്മയുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് അവള് മുരുകന്റെ പാട്ടുപാടി മയക്കുവാ. ദേ ഈ ഭസ്മം എടുക്കും മുത്തശ്ശി. ഭസ്മം പോലും ഭസ്മം. മുത്തശ്ശിക്ക് ഞാൻ തൊട്ടുതരാം. തീർന്നു. അച്ചമ്മയുടെ ഗ്യാസ് ഇതോടെ തീർന്നെന്നാ തോന്നുന്നത്. ഇതാ കവി. എനിക്കൊന്നും വേണ്ട. ഞങ്ങളതിന് മുരുകന്റെ അമ്പലത്തിലേക്കൊന്നുമല്ല വന്നത്, ഭസ്മം എടുത്ത് നെറ്റി തേക്കാൻ. നിന്റെ അമ്മയോടൊന്ന് വേഗം വരാൻ പറ. വഴക്കുണ്ടാക്കി ഞങ്ങക്ക് വേഗം പോണം. വഴക്കോ? അതെ, വഴക്ക് തന്നെ. എന്തിന്? നിന്റെ അമ്മ എന്നെ സ്കൂളിൽ വെച്ച് അടിക്കാൻ കയ്യോങ്ങിയില്ലേ? അതെന്റെ അച്ഛൻ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് വന്നത് ഇങ്ങോട്ട്. വഴക്കുണ്ടാക്കാതെ ഞങ്ങള് പോവില്ല. വേഗം വരാൻ പറ നിന്റെ ഡമ്മിയെ. എന്താ പറഞ്ഞേ? നിന്റെ മമ്മിയെ. മുത്തശ്ശി, കവിനെ അടിക്കാൻ ആർക്കെങ്കിലും മനസ്സ് വരുമോ? കൈ വാങ്ങാൻ എങ്ങനെയാ മനസ്സ് വന്നത്? കവിൻ സ്കൂളിൽ എപ്പോഴും വഴക്കുണ്ടാക്കും. ഇവനെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ ഒന്ന് കൈ ഓങ്ങിയതാ. അച്ഛമ്മ നിന്നോട് വെറുതെ വഴക്കുണ്ടാക്കാവുന്നതാ. അച്ഛമ്മേ അച്ഛമ്മേ, അച്ഛമ്മയെ പേടിച്ചവള് വിഷയം മാറ്റിക്കൊണ്ടിരിക്കുക. വിടല്ലേ അച്ഛമ്മേ. ഇവനാണ് മുത്തശ്ശി എന്റെ യൂണിഫോമിൽ ഇങ്ക് തെളിച്ചത്. അതുകൊണ്ടാണ് എന്റെ അമ്മ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചിട്ട് കൈയോങ്ങിയത്. അത് മുത്തശ്ശിക്ക് തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് പകരം ഞാൻ സോറി ചോദിക്കുകയാണ്. സോറി മുത്തശ്ശി. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോ അമ്മ ഇങ്ങെത്തും. അമ്മയുടെ അടുത്ത് വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. അമ്മ വെറും പാവാ. ഒന്ന് വെയിറ്റ് ചെയ്യണേ, അമ്മ ഇപ്പൊ വരും. ഞാൻ പോയിട്ട് എന്റെ ഹോംവർക്ക് ചെയ്തോട്ടെ. ശരി മോളെ. അത് നമ്മുടെ ലിസ്റ്റിലേ ഇല്ല. അവളിപ്പോ ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കുക. വീഡിയോ ഗെയിം കളിക്കേണ്ട സമയമല്ലേ ഇത്? കവിൻ, നീ നിന്റെ ഹോംവർക്ക് എല്ലാം ചെയ്ത് തീർത്തായിരുന്നോ? ഒരുപാടുണ്ടായിരുന്നല്ലോ. അയ്യോ, ഇവളെ കൊടുക്കാൻ വേണ്ടിട്ട് ഇവളിപ്പോ എന്നെ കൊടുക്കുവാണല്ലോ. ഇത് കേൾക്കുമ്പോ അച്ഛമ്മ എന്ത് വിചാരിക്കും?